കോൺഗ്രസിനുണ്ടായ അപ്രതീക്ഷിതമായ ഒരു പ്രഹരമാണ് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ സംഭവിച്ചത്. അതിൽ നിന്ന് കരകയറണമെന്നുണ്ടെങ്കിൽ ഒരല്പം സമയം എടുക്കുമെന്നുള്ളതും ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം നിറഞ്ഞു നിൽക്കുമ്പോഴാണ് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഒരു പ്രഹരം പാർട്ടിക്ക് ലഭിക്കുന്നത്. അതിന് ആ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ അതിനെ ചുറ്റിപ്പറ്റി പലരും കോൺഗ്രസിനകത്ത് തകരും എന്ന് കോൺഗ്രസിനകത്തുള്ളവരും പുറത്തുള്ളവരും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്ത് ബന്ധത്തിൽ നിൽക്കുന്ന ആളാണ് ഷാഫി പറമ്പിൽ MP. ഷാഫിയുടെ സന്തത സഹചാരി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നിർത്തിയത് തന്നെ ഷാഫിയുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ടാണ്. കോൺഗ്രസിനകത്ത് തന്നെ എതിർപ്പുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ സീറ്റ് കിട്ടാഞ്ഞിട്ടാണല്ലോ ഡോക്ടർ സരിൻ CPM-ലേക്ക് വരികയും CPM സ്ഥാനാർത്ഥിയായി മാറുകയും ചെയ്യുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലേറ്റ ഈ പ്രഹരം അതിലൂടെ ഷാഫി പറമ്പിലിൻ്റെയും സ്വഭാവത്തിൽ കരുനിഴൽ വീഴ്ത്തും. അത് കിട്ടിയ ഒരവസരമാക്കി CPM-ഉം DYFI ഒക്കെ അങ്ങ് രംഗത്തിറങ്ങി. നമുക്കറിയാം, കുറച്ച് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിക്കഴിഞ്ഞ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടം വടകരയിൽ ചെന്നിറങ്ങുമ്പോൾ അവിടെ വലിയ ഒരു എതിർപ്പാണ് നേരിടേണ്ടി വന്നത്, DYFI-യുടെയും CPM-കാരുടെയും ഒക്കെ നേതൃത്വത്തിൽ. പക്ഷെ അതിനെയെല്ലാം അതിജീവിക്കാനായിട്ട്, അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങിച്ചെല്ലാനായിട്ട് ഷാഫി പറമ്പിലിന് സാധിച്ചു. ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കാൻ വരുമ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ്. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി വടകരയിലേക്ക് കാലുകുത്തുമ്പോൾ ഷാഫിക്ക് കിട്ടിയ ആവേശോജ്വലമായ സ്വീകരണം, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പുലർച്ചെ വരെ നീണ്ടു നിൽക്കുകയാണ്. ഓരോ ഇടങ്ങളിലും വൻ ജനക്കൂട്ടമാണ് ഷാഫിയെ എതിരേറ്റത്. ഈ ഷാഫി പറമ്പിലിനൊരു മതേതര സ്വഭാവമുണ്ട്. അതിനോടൊപ്പം തന്നെ കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തെ ചേർത്ത് നിർത്താൻ കഴിയും എന്നുള്ളതാണ്. കോൺഗ്രസിനകത്തുള്ള ഈ മുസ്ലിം വിഭാഗത്തിലുള്ള MLA MP-മാരെന്നൊക്കെ പറയുന്നത് കുറവാണ്. പണ്ട് നമുക്ക് ആര്യാടൻ മുഹമ്മദ് ഉണ്ടായിരുന്നു, ഒരു മതേതര സ്വഭാവമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് ഉപതെരഞ്ഞെടുപ്പിലൂടെ വന്നിരിക്കുന്നു. ഈ ഒരു മതേതര സ്വഭാവമാണ് ഷാഫി പറമ്പിലും പലരും കാണുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഷാഫി പറമ്പിലിനെ ഏത് തരത്തിൽ കരുതേക്കാം എന്നുള്ളതാണ് CPM-ഉം DYFI-ക്കാരും ഒക്കെ നോക്കിയത്. കാരണം 2024 മത്സരിക്കാനായിട്ട് വടകരയിലേക്ക് വരുമ്പോൾ CPM-ന്റെ ഏറ്റവും ഉയർന്ന നേതാവും പിണറായി വിജയനേക്കാളും വലിയ ജനപ്രീതിയുള്ള, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ വരെ യോഗ്യതയുള്ള KK ശൈലജയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. KK ശൈലജയാണ് പരാജയപ്പെടുത്തിയത്. 1 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ ഇന്ത്യൻ പാർലമെന്റിൽ എത്തുന്നത്. ഹൈക്കമാൻഡിന് തന്നെ ഷാഫി പറമ്പിലിനോട് ഒരു പ്രത്യേക താല്പര്യവും വിശ്വാസത്തിൽ എടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. യുവ നേതൃത്വമാണ്. ഇപ്പൊ PC വിഷ്ണുനാഥ്, രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, ഇങ്ങനെയുള്ളവരുടെ ഒരു യുവ നേതൃത്വം വരേണ്ടത് അത്യാവശ്യമാണ് എന്നും കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഷാഫി പറമ്പിൽ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ആവേശവും തരംഗവും അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടു പോകാനും കോൺഗ്രസിന്റെ അണികളിലേക്കും ജനങ്ങളിലേക്കും അതങ്ങോട്ട് ഇറങ്ങിച്ചെല്ലുന്നതിന് വേണ്ടിയിട്ട് ഷാഫി പറമ്പിലെ 2026 തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചു മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് അതിന്റെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് ഹൈക്കമാൻഡ് ആലോചിക്കുന്നത്. ഇപ്പോൾ VD സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും സണ്ണി ജോസഫും ഒക്കെ തന്നെ ഇവരെല്ലാവരും നിയമസഭയിലേക്ക് മത്സരിക്കുന്നവരാണ്. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഷാഫി പറമ്പിൽ
പിന്നെ MP ആയിരിക്കുന്ന സ്ഥിതിക്ക് നിയമസഭയിലേക്ക് മത്സരിക്കാനായിട്ട് വരുന്നില്ല. ഇടയ്ക്ക് നിയമസഭയിലേക്ക് പല MP-മാരും തയ്യാറെടുക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത വന്നു. ചിലരെ ആ മത്സര രംഗത്തേക്ക് കൊണ്ടുവരാം. അടൂർ പ്രകാശ് അങ്ങനെ വരാൻ സാധ്യതയുള്ള ഒരാളാണ്. കാരണം UDF-ന്റെ കൺവീനറാണ്. പ്രത്യേകിച്ച് ഈഴവ പ്രാതിനിധ്യം ഉറപ്പാക്കണം. അതുകൊണ്ട് അടൂർ പ്രകാശ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഷാഫി പറമ്പിൽ MP സ്ഥാനത്ത് തുടരുകയും MP സ്ഥാനത്ത് തുടർന്നുകൊണ്ട് ഒരുപക്ഷെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തന്നെ ഹൈക്കമാൻഡ് ആലോചിക്കുന്നുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അതുവരെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ ഷാഫിക്ക് ചുമതല നൽകും എന്നാണ് അറിയുന്നത്. ഷാഫി പറമ്പില് KSUവിലൂടെ കടന്നു വന്ന് KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. 2011 അങ്ങനെ പാലക്കാട് മത്സരിക്കാനെത്തി. പിന്നീട് 2016 മത്സരിച്ചു. 2021 അതിശക്തമായ മത്സരമാണ്. ഷാഫി വീഴും എന്ന് കരുതിയതാണ്. അതിനുവേണ്ടി BJP ഇറക്കിയ സ്ഥാനാർത്ഥി രാജ്യം മുഴുവൻ മെട്രോമാൻ എന്ന് പറഞ്ഞ് ആദരിക്കുന്ന ശ്രീധരനെയാണ് ഇറക്കിയത്. ശ്രീധരനുമായിട്ട് വലിയ ഒരു മത്സരം തന്നെ അവിടെ നടന്നു. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ BJP ഈ ശ്രീധരൻ അവിടെ MLA ഓഫീസ് വരെ തുറന്നു എന്നുള്ളതാണ്. പക്ഷെ 3000 വോട്ടുകൾക്ക് ഷാഫി പറമ്പിൽ ശ്രീധരനെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. 2021 ആ വിജയത്തിന്റെ തിളക്കത്തിൽ തുടർന്ന് മണ്ഡലത്തെ വളരെയധികം ഏകോപിപ്പിച്ച് കൊണ്ടുപോകുമ്പോഴാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വടകരയിലേക്ക് വിടുന്നത്. വടകരയിൽ നിന്ന് K മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയല്ലോ. അതുകൊണ്ട് ഷാഫി പറമ്പിൽ വടകരയിൽ വന്ന് മുരളീധരനും പരാജയപ്പെടുത്തിയ ചില്ലറക്കാരനെയല്ല, പാർട്ടിയുടെ നെടുന്തൂണായിട്ടുള്ള P ജയരാജനെയാണ്. ജയരാജാക്കന്മാരിൽ നെടുന്തൂണായിട്ടുള്ള P ജയരാജനെയാണ് പരാജയപ്പെടുത്തിയത്. ഇവിടെ ഇപ്പോൾ KK ശൈലജയെ പരാജയപ്പെടുത്തി. അങ്ങനെ എന്തുകൊണ്ടും ഷാഫിക്ക് ഉണ്ടായിരിക്കുന്ന ഒരു ജനപ്രീതി ഹൈക്കമാൻഡ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഈ കോൺഗ്രസ് പ്രവർത്തകരിലൊക്കെ ഒരു വലിയ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഈ ഷാഫി പറമ്പിലിനെ പോലുള്ളവർക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് പുതിയ നേതൃത്വത്തെ ഏൽപ്പിക്കണം എന്ന് ഹൈക്കമാൻഡ് തീർച്ചപ്പെടുത്തുന്നത്. അപ്പൊ ഈ ഒരു ഇടയ്ക്കൊരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിലൂടെ പാർട്ടി പ്രവർത്തകരിലും അണികളിലും ഒക്കെ തന്നെ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. പക്ഷെ അത് വീണ്ടെടുത്ത് കൊണ്ടുവരുന്നതിന് ഷാഫിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഷാഫി പറമ്പിൽ ഈ KPCC അധ്യക്ഷ സ്ഥാനത്ത് പിന്നീട് വരിക സണ്ണി ജോസഫും ചെന്നിത്തലയും ഇവരൊക്കെ VD സതീശനും ഒക്കെ നിയമസഭയിലേക്ക് വന്നു. പാർട്ടി അധികാരത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 2031 വരെ ഷാഫി പറമ്പിൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് പാർട്ടിയെ നയിക്കുകയും 2031 കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെയാകാനുള്ള സാധ്യതയും ഉണ്ടെന്നുള്ളതാണ്. അതുവരെ കോൺഗ്രസ്സുകാര് BJPയുമായിട്ട് എങ്ങനെ നേരിടുന്നു, അതിനെ അതിജീവിക്കാൻ കഴിയുമോ എന്ന് നോക്കണം. അതോ കുഴി തോണ്ടി താഴേക്ക് പോകുമോ എന്നുള്ളത് നമുക്കറിവില്ല എന്നുള്ള കാര്യമാണ്. എന്തായാലും ഷാഫി പറമ്പിലിന്റെ നേതൃത്വം എന്ന് പറയുന്നത് കോൺഗ്രസിനെ കൂടുതൽ ഊർജ്ജസ്വലമാക്കി മാറ്റും എന്നുള്ളത് ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.